ഞാൻ ഈ പറയുന്ന ലേണിംഗ് എന്ന് പറയുന്ന ഈ പോർഷൻ നിങ്ങളെ വീട്ടിലുള്ള പഠിക്കുന്ന സ്റ്റുഡൻസിനെയാണ് കൂടുതൽ ഉപയോഗപ്പെടുക എന്നുള്ളത് ഞാൻ മുഖവരിയായിട്ട് പറയുകയാണ്. യെസ്, ഐ എം ഡോക്ടർ അലി, എലുംബ്രാസ് ഡെന്റൽ ക്ലിനിക്, മെലാറ്റൂർ. ഇവിടെ ഒരു കുട്ടി റീഡ് ചെയ്യുന്നു, ആക്ഷൻ ബൈ ടൈം. ആക്ഷൻ ബൈ ടൈം. നമ്മൾ സമയമെടുത്ത് കുട്ടി പഠിക്കുന്നു. എന്താണ് റിയലി സംഭവിക്കുന്നത്? ആദ്യം ഈ കുട്ടി ആ പഠനത്തിനകത്തോട്ട് എക്സ്പോഷർ ചെയ്യുന്നു. അങ്ങനെ അവർക്ക് എന്ത് കിട്ടുന്നു? എക്സ്പീരിയൻസ് കിട്ടുന്നു. വീണ്ടും തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ അവർ അതിനകത്ത് എക്സ്പെർട്ടൈസ് ആവുന്നു. അപ്പൊ വൺസ് വിൽ ഗെറ്റ് എക്സ്പെർട്ടൈസ്, വി ഡോണ്ട് നീഡ് മോർ ടൈം, വി നീഡ് ലെസ് ടൈം. ലെസ് ടൈം വേണം, കൂടുതൽ സമയം വേണ്ട. അപ്പോൾ ഒരു കാര്യം തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സമയം കുറച്ച് മതി. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു പോയിന്റ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഉദാഹരണത്തിന്, നമുക്ക് 25 ടോപ്പിക്കുള്ള ഒരു ബുക്ക്, ആ ബുക്ക് 1 മണിക്കൂർ സമയം എടുത്തിട്ട് ഒരു പാരഗ്രാഫ് വായിച്ചു. അതായത് ഒരു ചാപ്റ്ററിന്റെ 4ലോ 5ലോ 1. ആ പാരഗ്രാഫ് വളരെ ക്ലിയർ ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ പഠിച്ചത് മറക്കില്ല, വായിച്ചത് മറക്കും. അപ്പൊ പഠിക്കണം. ഇതിന് നമ്മൾ എടുക്കുന്ന സമയം 1 മണിക്കൂറാണ് എങ്കിൽ ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ, 7 days കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാപ്റ്റർ പഠിക്കാൻ നമുക്ക് എന്ത് മതി? 15 മിനിറ്റ് മതി. ഹൗ ഇറ്റ് ഗെറ്റ്? എങ്ങനെ ഇത് സാധിച്ചു? പഠിക്കാനുള്ള കഴിവ് എന്താണ്? പഠിക്കാനുള്ള കഴിവ്. പഠിക്കാനുള്ള കഴിവ് ഇത് സ്ഥിരമല്ല. ഇത് പഠിക്കും തോറും കുറഞ്ഞു വരും. ആദ്യത്തെ തുടർച്ചയായിട്ട് 10 ദിവസം ഒരു കുട്ടി തുടർച്ചയായിട്ട് പഠിച്ചു നിൽക്കുന്ന ടോട്ടൽ ചാപ്റ്ററുകൾ 1 പിന്നെയുള്ള 11ാമത്തെ ദിവസം ആ കുട്ടിക്ക് 5-10 ചാപ്റ്റർ ഒരടിക്ക് പഠിക്കാൻ സാധിക്കും. ഒരു ഉദാഹരണം ഞാൻ പറയാം. SSLC പരീക്ഷ നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ പരീക്ഷ കടന്നപ്പോൾ ആ കുട്ടിന്റെ പേര്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സൗദാവി എന്നാണ് ആ കുട്ടിന്റെ പേര്. നമുക്കറിയാം 15 വയസ്സ് 16 വയസ്സിലാണ് ഒരാൾ 10th എക്സാം എഴുതുന്നത്. ഈ കുട്ടിയോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു, നിങ്ങൾക്ക് മറ്റു സാഹിത്യങ്ങൾ വായിച്ച് പരിചയമുണ്ടോ? ഈ കുട്ടിക്ക്, ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, ഏകദേശം 70 മുതൽ 100 വരെ സാഹിത്യ ഗ്രന്ഥങ്ങൾ വായിച്ച് തള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നു? ഒരു കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ് സാധാരണ കുട്ടികൾക്കനുസരിച്ച് ഈ കുട്ടിക്ക് വളരെ കൂടുതലായിരുന്നു. അപ്പോ ഈ കുട്ടിനെ സംബന്ധിച്ചിടത്തോളം 10ാം ക്ലാസ്സിലുള്ള ഒരു ബുക്ക് അവളെ സംബന്ധിച്ചിടത്തോളം അവൾ വായിക്കുന്ന സാഹിത്യ ഗ്രന്ഥത്തിലെ ഒരു ചാപ്റ്റർ പോലെയുള്ളൂ. ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികളുടെ ഈ കഴിവാണ് വളർത്തിയെടുക്കുന്നത്. ആ പേഷ്യൻസ് ആളോടുകൂടെ കോമ്പറ്റേറ്റ് ചെയ്യാൻ അതേപോലെ പോകുന്ന കുട്ടികൾക്ക് മാത്രമേ കഴിയുള്ളൂ. ഇതാണ് റിയലി കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ രഹസ്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, താങ്ക് യു. ഐ എം ഡോക്ടർ അലി, എലുംബ്രാസ് ഡെന്റൽ ക്ലിനിക് .com. താങ്ക് യു.